ഫ്രണ്ട്സ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും തിരക്കേടില്ലാതെ പോകുന്നുണ്ട്. എന്റെ പേര് സെറിൻ. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. തൃശ്ശൂരാണ് എന്റെ ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് കുറെ പേര് ഒരുപാട് അലട്ടുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, തൈറോയിഡ് ആണ് കേട്ടോ. അപ്പൊ ഡോക്ടറെ, തൈറോയിഡിന് എങ്ങനെയാണ് ആയുർവേദത്തിലെ പ്രതിവിധികൾ, ഒറ്റമൂലികൾ, അതേപോലെ ലക്ഷണങ്ങൾ, ഇതൊക്കെ നമുക്ക് പറയണം എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും തൈറോയിഡിനെ കുറിച്ച് ആയുർവേദത്തിൽ എന്തൊക്കെ പ്രതിവിധികളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ ഒറ്റമൂലികൾ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫുൾ ആയിട്ട് തന്നെ കാണാം. ആദ്യം തൊട്ട് അവസാനം വരെ കാണാം. എന്നാലാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ എന്താണ് തൈറോയിഡ്? തൈറോയിഡിൽ 3 തരത്തിലുള്ള ഇഷ്യൂസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അതിലൊന്നാണ് ഗോയിറ്റർ, പിന്നെ വരുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം, പിന്നെ വരുന്നതാണ് ഹൈപ്പോ തൈറോയിഡിസം. അപ്പം ഗോയിറ്റർ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ആഡംസ് ആപ്പിൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ തൊണ്ടയിൽ കാണുന്നതാണ് ആഡംസ് ആപ്പിൾ. അപ്പൊ ആഡംസ് ആപ്പിളിന്റെ താഴെയായിട്ട് ബട്ടർഫ്ലൈ ഷേപ്പിലാണ് കേട്ടോ ഈ തൈറോയിഡ് ഗ്രന്ഥി തന്നെ കാണപ്പെടുന്നത്. ആ തൈറോയിഡ് ഗ്രന്ഥിയിൽ നമുക്ക് സ്വെല്ലിങ്, അതായത് നീര് പോലെ വരിക, അതേപോലെ അതൊരു വീർമത വരിക, അതേപോലെ ഒരു ചെറിയൊരു ട്യൂമർ രൂപപ്പെടുക, ഇതൊക്കെയാണ് ഗോയിറ്റർ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഗോയിറ്റർ എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ഒരു ഇഷ്യൂ ആണ് കേട്ടോ. ഇനി ചില സമയങ്ങളിൽ തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ വളരെ കൂടിയ രീതിയിൽ കൂടി വരാറുണ്ട്. അതായത് നോർമൽ റേറ്റിനേക്കാളും കൂടും. ആ അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇനി ഈ ഹോർമോൺ ലെവൽ വളരെ കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. ഇപ്പൊ എല്ലാവർക്കും ഇഷ്യൂസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ വരുന്ന ലക്ഷണങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. കാരണം ഇത് മുഴുവൻ കേട്ടാലാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ ലക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസത്തിനെ കുറിച്ച് പറയാം. കാരണം അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ 3 ഇഷ്യൂസിലും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഹൈപ്പോ തൈറോയിഡിസം ആണ് കേട്ടോ. അപ്പൊ ഹൈപ്പോ തൈറോയിഡിസത്തില് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അവരുടെ വെയിറ്റ് കൂടുക എന്നുള്ള പ്രശ്നമാണ് കേട്ടോ. ഒരുപാട് വെയിറ്റ് അവര് ക്രമാതീതമായിട്ട് വർദ്ധിക്കും. കാരണം അവർ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അവർ ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടും അവർ വലിയ രീതിയിൽ അവർ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് കേട്ടോ. അപ്പൊ അത് അവരുടെ രോഗാവസ്ഥയുടെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, പല തടിയുള്ളവരെ കണ്ടിട്ടും ഇത് അവർ കഴിച്ചുണ്ടാക്കിയ തടിയാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അതിൽ പെട്ട ഒരു രോഗമാണ് തൈറോയിഡ് എന്നുള്ള കണ്ടീഷൻ. തൈറോയിഡിൽ അവർ കഴിച്ചതുകൊണ്ടല്ല അവർക്ക് തടി വയ്ക്കുന്നത്, അവരുടെ രോഗാവസ്ഥയുടെ ഭാഗമായിട്ടാണ് അവർക്ക് തടി വരുന്നത് കേട്ടോ. പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ്, അതായത് ഒരുപാട് തടി വയ്ക്കും, ചെറുതായി വെള്ളം കുടിച്ചാൽ പോലെ അവർ തടി വയ്ക്കുന്ന അവസ്ഥ. പിന്നെ വരുന്നത് സ്ത്രീകളിലാണെങ്കിൽ അവരുടെ പീരീഡ്സിന്റെ ഉണ്ടാകുന്ന റെഗുലാരിറ്റി ഇറഗുലർ ആയിട്ട് മാറും. അപ്പൊ അത് എന്താ വെച്ചാൽ ചിലപ്പോൾ അവർക്ക് നേരം വൈകിട്ടായിരിക്കും പീരീഡ്സ് ഉണ്ടാവുക, ചിലവർക്ക് നേരം പെട്ടെന്ന് തന്നെ പീരീഡ്സ് ഉണ്ടാവും. അതായത് ഓരോ മാസത്തിനും ഓരോ പോലെ ആയിരിക്കും, അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അതാണ് അതിൽ റെഗുലറായിട്ട് അവർക്ക് റെഗുലർ ആയിരിക്കും അവരുടെ പീരീഡ്സ് എന്നുള്ളത്. പിന്നെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ അവർക്ക് വളരെ രീതിയിൽ കൂടും. ചിലവർക്ക് ഭയങ്കര ഉറക്കം വരുന്നവരായിരിക്കും കേട്ടോ. ഉറക്കം വളരെ കൂടുതലായിരിക്കും ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരില്. പിന്നെ അവർക്ക് ഭയങ്കര രീതിയിൽ ആൻസൈറ്റി, സ്ട്രെസ്, ടെൻഷൻ, ഇതൊക്കെ ഒരുപാടുള്ളവരായിരിക്കും. മുൻപോട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് ഒരു ആൻസൈറ്റി അവർക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരുന്നവരാണ്. അതായത് പെട്ടെന്നായിരിക്കും അവർക്ക് ദേഷ്യം വരിക, പെട്ടെന്നായിരിക്കും അവർക്ക് സന്തോഷം വരിക, അതായത് പെട്ടെന്നായിരിക്കും അവരുടെ മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥയിൽ വരാറുള്ളത്. പിന്നെ വളരെ സ്പെസിഫിക് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ രോഗിയെ കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് അവരുടെ മുഖത്ത് വരുന്ന കരിമംഗല്യം എന്ന് പറയുന്നത്. അത് വളരെ സ്പെസിഫിക് ആയിട്ട് ഹൈപ്പോ തൈറോയിഡിസത്തിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അവരുടെ മുഖമൊക്കെ കരിമംഗല്യം, അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്നൊരു അവസ്ഥ അവർക്ക് നല്ല രീതിയിൽ വിസിബിൾ ആയിട്ട് തന്നെ ഈ രോഗികളിൽ കാണാറുണ്ട് കേട്ടോ. പിന്നെ വരുന്ന പ്രശ്നമാണ് ഹൈപ്പർ തൈറോയിഡിസം, അതായത് ഹോർമോൺ ലെവൽ കൂടുന്ന പ്രശ്നമാണ് കേട്ടോ. അപ്പൊ ഹോർമോൺ ലെവൽ കൂടുമ്പോൾ ഇതിന്റെ ഹൈപ്പോന്റെ നേരെ ഓപ്പോസിറ്റ് ലക്ഷണങ്ങളാണ് വരിക. ഇവർക്ക് വളരെ തടി കുറഞ്ഞ് മെലിഞ്ഞവരായിരിക്കും ഇവര്. അതായത് ഇവർ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചാലും ഇവർ വളരെ മെലിഞ്ഞാണ് ഇരിക്കുക. പിന്നെ ഇവർക്ക് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഉറക്കം വളരെ കുറവായിരിക്കും. ഇവർക്ക് എപ്പോഴും ഇവർ അലേർട്ട് ആയിട്ടിരിക്കും. ഇവർക്ക് എപ്പോഴും ഒരിക്കലും ഒരു റെസ്റ്റ് എടുക്കാനുള്ള ഇതില്ല. എപ്പോഴും അവരിങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കൊണ്ടിരിക്കും. പിന്നെ ഇവർക്ക് ഒരുപാട് ടെൻഷൻ, അതേപോലെ സ്ട്രെസ്, ഇതൊക്കെ എപ്പോഴും ഉണ്ടാവും. പിന്നെ നമുക്കറിയാലോ, ഉറക്കം ശരിയായില്ലെങ്കിൽ തന്നെ നമുക്ക് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. പിന്നെ ഇവർക്ക് ഒന്നിലും കോൺസെൻട്രേഷൻ ഇവർക്കും കിട്ടാറില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹൈപ്പർ വരുന്ന ആൾക്കാർക്ക് വരുന്ന പ്രശ്നങ്ങൾ. പിന്നെ വരുന്നതാണ് ഗോയിറ്റർ. അപ്പൊ ഗോയിറ്റർ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത് നമ്മൾ സാധാരണയായിട്ട് വൈദ്യശാസ്ത്രത്തിൽ അത് സർജറി ചെയ്ത് കളയലാണ് ഗോയിറ്റർ വരുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ ആയുർവേദത്തിൽ വേറെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചാണ്.
അപ്പൊ അതിൽ ആദ്യം നമ്മൾ പറയുന്നത് ഒരു ഹൈപ്പർ തൈറോയിഡ്, അതായത് ഹൈപ്പോ തൈറോയിഡ്സ് ആണ് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. അപ്പൊ അതിനൊക്കെ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് തടിയുള്ളവരായിരിക്കും. അപ്പൊ അവരുടെ രോഗലക്ഷണങ്ങൾ എന്താണ് അവർ, ഇപ്പൊ ഏതായാലും ഹൈപ്പോ തൈറോയിഡ്സ് ആയാലും ഹൈപ്പർ തൈറോയിഡ്സ് ആയാലും ഗോയിറ്റർ ആയാലും എന്തായാലും അവരുടെ രോഗലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് ആയുർവേദം ചികിത്സിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് അലോപ്പതി മെഡിസിൻ എന്ന് പറയുന്നത് ഒരു ടാബ്ലറ്റിൽ കഴിഞ്ഞു. പക്ഷെ നേരെ മറിച്ച് നാച്ചുറലി നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഒരു കുറച്ച് മെഡിസിൻ നമുക്ക് അത്യാവശ്യമാണ്. അത് നമ്മൾ റെഗുലർലി തന്നെ കഴിച്ച് പോകേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മൾ തൈറോയിഡിൽ അനുശാസിക്കുന്ന ചില മരുന്നുകളുടെ പേര് ഞാൻ പറയാം. അതിലൊന്നാണ് വരണാതി കഷായം, പിന്നെ വരുന്നതാണ് കൈശോര ഗുഗുലു, പിന്നെ കാഞ്ചനാര ഗുഗുലു. അത് കാരണം തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു അർബുദ സമാനമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ആയുർവേദം അനുശാസിക്കുന്നത്. അർബുദം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്യാൻസറസ് ആണെന്നുള്ളത്. പക്ഷെ ക്യാൻസറസ് അല്ലെങ്കിലും അതിനെ ക്യാൻസറസിന്റെ രൂപേണയാണ് നമ്മൾ ആയുർവേദത്തിലുള്ള വൈദ്യന്മാര് ചികിത്സിക്കുന്നത്. മനസ്സിലായോ? പിന്നെ വരുന്നതാണ് അതില് പത്തി പുനർവാദി കഷായം അല്ലെങ്കിൽ പുനർവാദി കഷായം. ഇതൊക്കെ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് തൈറോയിഡിൽ വർക്ക് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. പിന്നെ വരുന്നത് നമുക്ക് തലയിൽ എണ്ണ തേക്കുന്നത്. നമുക്കറിയാം ഉറക്കത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്ന ആൾക്കാരാണ് ഇതേപോലെ തൈറോയിഡിന്റെ പ്രശ്നമുള്ളവർ. അപ്പൊ അവർക്ക് നമുക്ക് തലയിൽ എണ്ണ വളരെ അത്യാവശ്യമായി കൊടുക്കാവും. അപ്പൊ ഹൈപ്പോ തൈറോയിഡ്സത്തിലൊക്കെ തലയിൽ എണ്ണ തേക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അതിന് നിംബാമൃതാദി അവണക്കെണ്ണ കൂടിയ എണ്ണകൾ നമുക്ക് അവർക്ക് എഴുതി കൊടുക്കാവുന്നതാണ് തലയിൽ തേക്കാനായിട്ട്. കാരണം അത് ഒരുപാട് ഉറക്കം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കാരണം അത് തണുത്തതായതുകൊണ്ട് നമ്മുടെ തലയ്ക്ക് ഒരുപാട് തണുപ്പ് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉറക്കത്തിന് പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നിംബാമൃതാദി അവണക്കെണ്ണ തലയിൽ എണ്ണ തേക്കാനൊക്കെ നമ്മൾ അവർക്ക് തൈറോയിഡ് ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. അതൊക്കെ ഒരുപാട് എഫക്റ്റീവ് ആണ്. പിന്നെ ഗോയിറ്റർ വരുന്ന സമയത്ത് നമുക്കറിയാം അത് നമ്മൾ ക്യാൻസറസ് ആണോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ FNAC, അതായത് ഫൈൻ നീഡിൽ ആസ്പിരേഷൻ സിസ്റ്റോളജി എന്ന് പറയുന്ന FNAC എന്നുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് അതിൽ കുത്തി പരിശോധന നടത്തി, അതായത് ഫൈൻ നീഡിൽ വെച്ചിട്ട് ചെറുതായി കുത്തി പരിശോധിച്ച് അതിന്റെ സ്രവം എടുത്ത ഒരു ബയോപ്സി എന്നുള്ള ഒരു ഇതാണ്. അതിനൊക്കെ അയച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കത് ക്യാൻസറസ് ആണോ നോൺ ക്യാൻസറസ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഗോയിറ്റർ അത് ടെസ്റ്റ്. കാരണം ഗോയിറ്റർ ഞാൻ പറഞ്ഞല്ലോ അതൊരു മുഴയാണ്. അപ്പൊ മുഴ ക്യാൻസറസ് ആണോ നോൺ ക്യാൻസറസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ ക്യാൻസറസ് അല്ലെങ്കിൽ ഒരു 95% ആരും പേടിക്കേണ്ട, അത് ക്യാൻസറസ് ആവാറില്ല. വളരെ വളരെ 5% മാത്രമാണ് ക്യാൻസറസ് ആയിട്ടുള്ള മുഴകൾ വരാറുള്ളൂ. അപ്പൊ എല്ലാവരും എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്ന് വെച്ചാൽ പേടിക്കേണ്ട. പക്ഷെ മുൻകൂട്ടി നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ ടോപ്പിക് വളരെയധികം മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കമന്റ്സിൽ ചോദിക്കാട്ടോ, ഞാൻ അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് T3, T4, TSH ഇങ്ങനത്തെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെന്തിനാണ്? നമുക്ക് ഇതിന്റെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ TSH ഒക്കെ കറക്റ്റ് നമുക്ക് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അതിന്റെ ലെവലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് T3, T4. അതാണ് കൂടുതലും ചെയ്യാറുള്ളത്. അപ്പൊ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നമ്മളൊരു ടാബ്ലറ്റ് ആണ് പേഷ്യന്റിന് കൊടുക്കുന്നത്. പക്ഷെ അതുകൊണ്ടുള്ള ഒരുപാട് പാർശ്വഫലത്തിന്റെ ഭാഗമായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് നമ്മുടെ ആയുർവേദത്തിലേക്ക് ഇപ്പോൾ നമുക്ക് തിരിച്ചു വരുന്നുണ്ട്. അതായത് അത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആയുർവേദം ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ. അപ്പൊ അവർക്ക് നമ്മൾ തക്കതായിട്ട് പേഷ്യന്റിന്റെ ലക്ഷണങ്ങൾ അനുസരിച്ച് തന്നെ നമ്മൾ അവർക്ക് മെഡിസിൻ കൊടുക്കാറുണ്ട്. അത് അവർ ആജീവനാന്തം അല്ലെങ്കിൽ അവരുടെ ലക്ഷണങ്ങൾ കുറയുന്നത് വരെയെങ്കിലും ഫുള്ളായിട്ട് റെഗുലർ ആയിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്കറിയാം ആയുർവേദം ആയതുകൊണ്ട് നാച്ചുറലി തന്നെ ക്യൂർ ചെയ്യുന്നത് കൊണ്ട് അലോപ്പതിയെ അപേക്ഷിച്ച് വളരെ രീതിയിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നമുക്കൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമുക്ക് ആയുർവേദത്തിൽ നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷൻ ചെയ്യണമെങ്കിൽ നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് തൈറോയിഡിന് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും, അതായത് ഗോയിറ്റർ ആവട്ടെ, ഹൈപ്പർ തൈറോയിഡ്സ് ആവട്ടെ, ഹൈപ്പോ തൈറോയിഡ്സ് ആവട്ടെ, നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് ആയുർവേദത്തിൽ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഗോയിറ്ററിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ അലോപ്പതിക്കാർ പറയാറില്ല. അവർ ജസ്റ്റ് അത് റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ പറയാറുള്ളൂ. പക്ഷെ ആയുർവേദത്തിൽ അത് ചുരുക്കാനുള്ള മെഡിസിൻ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ട് ആയുർവേദവും അലോപ്പതിയും തമ്മിൽ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം. ഓക്കെ, അപ്പൊ അതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് മെഡിസിൻസ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭക്ഷണ രീതി കൂടി ഇതിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബ്രോങ്കോളി, അതേപോലെ ക്യാബേജ്, അങ്ങനത്തെ അതേപോലെ നട്ട്സ്, ഇതൊക്കെ ഒരുപാട് കഴിക്കരുത്. കാരണം നമ്മുടെ തടി കൂട്ടുന്ന, അതായത് നമുക്കറിയാലോ ഡയറി പ്രൊഡക്ട്സ്, അതേപോലെ നോൺ വെജിറ്റേറിയൻ ഫുഡ്, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഒരു പരിധി വരെ ഒഴിവാക്കുക. ഫുള്ളായിട്ട് ഞാൻ ഒന്നിനും പറയുന്നില്ല, കാരണം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം ഇതൊക്കെ ഭക്ഷണ രീതി കൂടി ഒരുപാട് തൈറോയിഡ് ഉള്ള പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കണം, ധൈര്യമായിട്ട് ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ എല്ലാത്തിനും ആൻസർ പറഞ്ഞു തരുന്നതാണ് കേട്ടോ.
അപ്പൊ നമ്മൾ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യം കൂടിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കൺസൾട്ടേഷനും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. ബൈ. എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.